സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തുകയാണ്. കാരണം മുസ്ലിം മത യാഥാസ്ഥിതികർക്ക് വഴങ്ങാൻ സർക്കാർ നിലപാട് കാരണം പറഞ്ഞത് മാറ്റി പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചെയ്തത്. സമസ്തയുടെ വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. സ്കൂൾ സമയം നീട്ടുന്നതിന് എതിരെ മതപഠനത്തിന് ഇത് വിഘ്നം വരുത്തും എന്നുള്ള രീതിയിൽ സമസ്ത പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് നിലപാട് തിരുത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. പ്രജിത് മോഹനൻ വീണ്ടും ചേരുന്നു. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാരും മന്ത്രിയും അല്ലെങ്കിൽ നിലവിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയമടക്കമുള്ള കാര്യങ്ങൾ വെച്ച് പുതിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ സമയക്രമീകരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? കാരണം നമുക്ക് ഈ വാർത്തയുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ വാർത്തയിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാൻ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി BK പ്രിയേഷ് കുമാർ കൂടി ചേരുന്നു. ശ്രീ പ്രിയേഷ് കുമാർ, ഈ പറഞ്ഞ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി മാറ്റി പറയുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ ഇപ്പോഴും ബക്രീദ് അവധി ദിവസങ്ങളിൽ എപ്രകാരമാണ് സർക്കാർ വിമർശനങ്ങൾക്ക് വിധേയമായതെന്ന് നമ്മൾ കണ്ടതാണ്. ഈ സ്കൂൾ സമയ ക്രമീകരണത്തിലും സമാനമായ നിലപാട് സർക്കാരിന് എടുക്കേണ്ടി വരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് മാറ്റം എന്നതിലുപരി ഈ സംസ്ഥാന സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം എന്താണ് എന്നൊരു ചോദ്യം കൂടിയല്ലേ ഉയരുന്നത്? കാരണം ആർക്ക് വഴങ്ങിയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളതിൽ വ്യക്തത സർക്കാരിനുണ്ടാകുമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആദ്യമായി പറയട്ടെ, സർക്കാരിന് ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു നിലപാടോ ഒരു നയമോ ഇല്ല എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് കേരളത്തിലെ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സമൂഹവും നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഇപ്പൊ നോക്കൂ, മതസംഘടനകളുടെ അഭിപ്രായത്തിനനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ സമയക്രമം വേണം എന്നുകൂടി എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുകയാണ്. ഇപ്പം ഒരു സമയക്രമം സർക്കാർ പ്രഖ്യാപിക്കുന്നു, ഉടനെ തന്നെ ഒരു മതസംഘടനയുടെ ഒരു ആധ്യാത്മിക ആചാര്യൻ പോലുമല്ല, ഒരു മതസംഘടനയുടെ ഒരു ജാതി വിഭാഗത്തിന്റെ നേതാവ് ഒരു ചെറിയൊരു പ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവന വരുമ്പോഴേക്കും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ സമയക്രമത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാവുന്നു. അപ്പൊ ഇതൊരു വലിയ ഒരു വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക്, അപകടകരമായ ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ നോക്കൂ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് ആശാ വർക്കർമാർ മാസങ്ങളോളമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന അതേ സർക്കാർ ഒരു വർഗീയ സംഘടനയുടെ, ഒരു മതസംഘടനയുടെ നേതാവ് ഒരു പ്രസ്താവന ഇറക്കി മിനിറ്റുകൾക്കുള്ളിൽ അതിനോട് പ്രതികരിക്കാൻ സർക്കാർ തയ്യാറാവുകയാണ്, അതിനോട് സമരസപ്പെടാൻ സർക്കാർ തയ്യാറാവുകയാണ്. അപ്പം ഒരു ഭാഗത്ത് വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുകയും അതേസമയം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വർഗീയ ശക്തികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പം ഈ വിദ്യാഭ്യാസം, ഒരു സ്കൂളിന്റെ സമയം അല്ലെങ്കിൽ കേരളത്തിലെ പഠന സമയം, സ്കൂളുകളുടെയും കോളേജുകളുടെയും പഠന സമയം ഏതാവണം എന്ന് നിശ്ചയിക്കുന്നത് കേരളത്തിലെ വർഗീയ സംഘടനകളാണ്. സർക്കാരിന് അതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നതാണ് ഇപ്പൊ ഗവൺമെന്റ് ഈ നിലപാട് മാറ്റിയത് സംബന്ധിച്ച്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഒരു ന്യൂസ് ഉണ്ട്, വെള്ളിയാഴ്ച ഒഴികെ അരമണിക്കൂർ +2 പഠന സമയം വർദ്ധിപ്പിച്ചു. അപ്പൊ വെള്ളിയാഴ്ചക്ക് എന്താ പ്രത്യേകത? അപ്പൊ ഈ തരത്തില് മതേതരത്വ സർക്കാരാണെന്ന് ഓരോ മണിക്കൂറിലും അവകാശപ്പെടുകയും അതേസമയം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഇത്തരത്തിലുള്ള സംഘടിത മത സംഘടനകളുടെ ആവശ്യങ്ങൾക്കും തിട്ടൂരങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായും ശ്രീ പ്രിയേഷ് കുമാർ, താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വർഗീയ ശക്തികൾക്ക് അടിമപ്പെടുന്നുണ്ടോ സർക്കാർ എന്ന ചോദ്യം അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് കൂടി നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ വിദ്യാഭ്യാസം എന്നത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ മേഖലയെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളതാണ്. ഇതിപ്പം ഇന്നത്തെ ഒരു സംഭവം കൊണ്ട് മാത്രമല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ പത്രസമ്മേളനം ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപനങ്ങളായിക്കോട്ടെ, എല്ലാ സമയത്തും അതൊക്കെ കേരള സമൂഹത്തിൽ വലിയ ട്രോളുകൾക്ക് വിധേയമാകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത്. നിർബന്ധിതമാണ് വിദ്യാഭ്യാസം, അതിലെന്താ സംശയം? നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ച്
നിർബന്ധിത വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് സമൂഹത്തിൽ. അത് സർക്കാരിന്റെ ചുമതലയാണ്. എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ്. അപ്പം എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം നിങ്ങൾ നോക്കൂ, ഔദ്യോഗിക സർക്കാർ സ്കൂളുകളുടെ പാഠ്യക്രമം ഒരു മതവിഭാഗത്തിന്റെ മതപഠനത്തിന് അനുസരിച്ച് ക്രമീകരിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. ഇത് ഒരു പ്രാചീന രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഔദ്യോഗിക സംവിധാനം മതസംഘടനകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുകയാണ്. മദ്രസാ വിദ്യാഭ്യാസം രാവിലെ തന്നെ വേണമെന്ന് എവിടെയാണ് നിർബന്ധമുള്ളത്? ഖുറാനിൽ പറയുന്നുണ്ടോ ഇന്ന സമയത്ത് മാത്രമേ മദ്രസാ വിദ്യാഭ്യാസം പാടുള്ളൂ? ഇല്ലല്ലോ. അപ്പൊ അവരുടെ ഓരോ തിട്ടൂരങ്ങൾ, വർഗീയ സംഘടനകളുടെ മതസംഘടനകളുടെ തിട്ടൂരങ്ങൾക്ക് കേരളത്തിലെ മതേതര സർക്കാർ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ അടിയറവ് പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വളരെയധികം നന്ദി ശ്രീ പ്രിയേഷ് കുമാർ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രതികരണം കൂടി വരികയാണ്. ശ്രീ അനൂപ് കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ അനൂപ്, താങ്കൾക്ക് കേൾക്കാമോ? പറയൂ, കേൾക്കാം. ഈ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം അത് ആര് തീരുമാനിക്കും എന്ന ചോദ്യം കൂടിയല്ലേ ഈ ഒരു സംഭവത്തിലൂടെ ഉരുത്തിരിയുന്നത്? അതെ, തീർച്ചയായും. നമ്മുടെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തില് സമയക്രമത്തിന്റെ പേരില് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസത്തില് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് മൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ സർക്കാർ വരുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ കേവലം ഒരു മത സംവിധാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലെ വലിയ ചർച്ചകൾക്കുള്ള സമയം മാറ്റിവെച്ച് അരമണിക്കൂർ സമയം ദീർഘിപ്പിക്കുന്നതിനെതിരെയുള്ള നടപടികളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നത്. ഇത് തീർത്തും അപലപനീയമാണ്. കുട്ടികൾക്ക് അവകാശപ്പെട്ട ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അത് തടസ്സപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത്. അരമണിക്കൂർ സമയം ദീർഘിപ്പിക്കുക എന്നുള്ളത് 1000 മണിക്കൂർ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് കുട്ടികളുടെ യഥാർത്ഥ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കാൻ ഉള്ള ശ്രമമാണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത്. മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ദീർഘിപ്പിച്ച ഈ സമയമാറ്റം സമസ്തയുടെ ഒരു തിട്ടൂരത്തിന് മുന്നിൽ കേരള സർക്കാർ മുട്ടുമടക്കി എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തീർത്തും അപലപനീയമാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. ഈ അവകാശത്തെ ഹനിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മതേതര സർക്കാരാണ് എന്ന് പറയുന്നത് തീർത്തും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സമയക്രമത്തിലെ വർധനവ് അത് അവരുടെ അവകാശമാണ്. അത് ലഭ്യമാക്കാനുള്ള നടപടികൾ ഈ സർക്കാർ അടിയന്തരമായി തീരുമാനിക്കണമെന്നാണ് NTUവിന് പറയാനുള്ളത്. തീർച്ചയായും നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ പ്രതിനിധി കൂടിയാണ് താങ്കൾ. ഇതിൽ പ്രതിഷേധം പ്രത്യക്ഷമായി തന്നെ ഉന്നയിക്കുമല്ലോ അല്ലേ സംഘടന? തീർച്ചയായും. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്ന സമയത്ത് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ മാത്രമാണ് അരമണിക്കൂർ സമയം ദിവസത്തിൽ വർദ്ധിപ്പിച്ച് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ അലകും പിടിയും മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളുടെ അധ്യാപക സംഘടനകൾക്ക് ഇത് ആവശ്യപ്പെടാനുള്ള ധൈര്യമില്ല. മതന്യൂനപക്ഷങ്ങളുടെ പ്രീണനം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തില് അവരെ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ അലക്ഷ്യമായി വിട്ട വിഷയമാണ്. അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ 1000 മണിക്കൂർ എന്ന് പറയുന്ന ടാസ്ക് നമുക്ക് മറികടക്കാൻ സാധിക്കുമായിരുന്നു. അത് ഏകദേശം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചതാ. സമസ്തയുടെ തിട്ടൂരത്തിന് മുൻപില് കുട്ടികളുടെ സമയം അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ അനൂപ് പ്രതികരിച്ചതിന്. നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ പ്രതിനിധി അനൂപാണ് ഇപ്പോൾ പ്രതികരിച്ചത്. പ്രജിത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. പ്രജിത്ത്, ഈ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസക്തമായ കാര്യം, ഇത്തരമൊരു മാറ്റത്തിൽ എതിർപ്പ് ആകെ ഉന്നയിച്ചത് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ മാത്രമാണ്. അതെ അതെ, ഈ സ്കൂൾ സമയ വർധനവ് ആവശ്യമാണെന്നുള്ള കാര്യവും സംസ്ഥാനത്തെ പല അധ്യാപക സംഘടനകൾക്ക് ഉണ്ടായിട്ട് കൂടി ആ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചതും ദേശീയ അധ്യാപക പരിഷത്ത് തന്നെയാണ്. ഈ സ്കൂൾ സമയ വർധനവ് അത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ പഠന സമയം കൂടുതൽ അവർക്കായി ക്രമീകരിക്കുന്നതിലൂടെ കൂടുതൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു, കൂടുതൽ പഠനത്തിനുള്ള മണിക്കൂറുകൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെച്ചതും അധ്യാപക പരിഷത്ത് തന്നെയാണ്. അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടത് വലത് രാഷ്ട്രീയ സംഘടനകളുടെ
അവരുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അധ്യാപക സംഘടനകളും കേരളത്തിലുണ്ട്. പക്ഷേ ഈ സമയക്രമീകരണത്തിൽ ഒരു വർധനവ് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉന്നയിക്കാൻ പോലും ആ സംഘടനകൾക്കൊന്നും കഴിയാത്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് അധ്യാപക പരിഷത്ത് അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ അത്തരമൊരു നിലപാടിലേക്ക്, അതായത് ഈ ഹൈസ്കൂളിലടക്കം വിദ്യാഭ്യാസ സമയത്തിൽ അവർക്കുള്ള പഠന സമയത്തിൽ കൂടുതൽ വർധനവ് ഉണ്ടാകണം, അരമണിക്കൂർ സമയവർധനവ് ഉണ്ടാകണം. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് സംസ്ഥാനത്തും കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കാനുള്ള ഒരു സാധ്യതയാണ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് കൂടി ദേശീയ അധ്യാപക പരിഷത്താണ്. മറ്റ് സംഘടനകളൊക്കെ ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു ആവശ്യം ഉന്നയിക്കാത്തതെന്ന് നമുക്കറിയാം. ആ ആവശ്യം സർക്കാർ പരിഗണിച്ചു. പിന്നീട് അത് നടപ്പിലാക്കാൻ ഹൈക്കോടതിയിലടക്കം നിർദ്ദേശം വന്നു. പിന്നീട് കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കോടതി അത് നടപ്പിലാക്കാനുള്ള കർശന നിർദ്ദേശമൊക്കെ നൽകി. ഇതിനുശേഷമാണ് സർക്കാർ ഇത്തരത്തിൽ ഈ സമയക്രമീകരണം, അതായത് സമയത്തുണ്ടാക്കുന്ന വർധനവ് അരമണിക്കൂർ സമയം കൂട്ടുന്നൊരു നടപടിയിലേക്ക് പോയത്. അത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ അടക്കം പുറത്തു വന്നതാണ്. സർക്കാരിന്റെ ഒരു തീരുമാനമായി തന്നെ അത് പുറത്തു വരുന്നു. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി വലിയ രീതിയിൽ വാർത്താ സമ്മേളനമൊക്കെ വിളിക്കുന്നു. തങ്ങൾ ഇങ്ങനെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പ്രഖ്യാപനം നടത്തുന്നു. എന്നാൽ പിന്നീട് സമസ്തയുടെ ഒരു പരിപാടിയിൽ, അതായത് സമസ്തയുടെ ചരിത്രം സംബന്ധിച്ച് ഒരു പുസ്തകം ഇറക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുക്കുന്നു. ആ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ ഈ സമയക്രമീകരണത്തിലെ വർധനവ് ഞങ്ങളുടെ മതപഠനത്തെ ബാധിക്കുന്നു എന്ന് സമസ്തയുടെ അധ്യക്ഷൻ പറയുന്നു. തൊട്ടു പിന്നാലെ അതിന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം വിഴുങ്ങി ഈ പറയുന്ന ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ നിന്ന് കൃത്യമായൊരു നിലപാട് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ പരിങ്ങിക്കൊണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസം നിർബന്ധിതമല്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ചേരാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പോലും നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിലാണ് ഇപ്പോൾ അദ്ദേഹമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? മതസംഘടനകളുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണോ സർക്കാർ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ ഇവരോട് അല്ലാതെ കൂടിയാലോചന നടത്തേണ്ടത്, വിദ്യാഭ്യാസ നയം ഉണ്ടാക്കേണ്ടത് ആരോടാണ് എന്നുള്ള ചോദ്യം കൂടിയാണ് ഉയരുന്നത്.